ടയറുകൾ നോക്കിയാ എൻ്റെ മോനെ. ഇതിന് ടോപ്പ് സ്പീഡ് ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്, ഏകദേശം 70 km/h. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പോളോൻ്റെ പകരമായിട്ട്, പകരം എന്നല്ല, പോളോ ഉണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷേ അതേപോലത്തെ സെയിം സ്പെക്കിലുള്ള MJXൻ്റെ തന്നെ 1:14 സ്കെയിൽ വരുന്ന ലാൻസിയ എന്ന് പറഞ്ഞ കാർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സെയിം സ്പീഡും കാര്യങ്ങളൊക്കെയാണ് പോളോൻ്റെ, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വീഡിയോ പറഞ്ഞുതരാം. സോ അങ്ങനത്തെ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മുടെ പുതിയൊരു RC കാറാണ്. സോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് കാറിൽ ഏത് വേണമെന്നത് നിങ്ങൾക്ക് കമൻറ്റ് പറ. സോ ഈ ഒരു കാർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ്. സോ നിങ്ങൾക്ക് ഇതേപോലെ RC കാർസൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. താഴത്ത് ലിങ്ക് കാര്യം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, വാട്സപ്പ് നമ്പറും ഉണ്ട്, അതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു RC കാറൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്കിനെ കോൺടാക്ട് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ RC കാർസൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ് ഗൈസ്. ഫൈനലി ഇതാണ് എൻ്റെ കയ്യിലുള്ള പോളോ എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന പോളോ ഞാൻ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫ്രണ്ട് ഭാഗം കണ്ട മനസ്സിലാവും, അതുപോലെ അടിഭാഗത്തൊക്കെ നല്ലപോലെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനൊരു പുതിയൊരു കാർ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലിട്ടക്കുന്നത് നമുക്ക് ഡ്രിഫ്റ്റിംഗ് ടയേഴ്സാണ്, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഓടിക്കാനുള്ളത്. സോ ആ ഒരു ടയേഴ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നിങ്ങളൊരു ഹോബി ഗ്രേഡ് ലെവലിൽ ഒരു RC കാറോ മേടിക്കണം, പക്ഷേ നിങ്ങൾക്ക് അധികം ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഐറ്റംസ് മേടിക്കാം. നോർമൽ ഒരു ടോയ് ഗ്രേഡ്, നല്ലൊരു ഹൈ ടോയ് ഗ്രേഡ് വാങ്ങണമെങ്കിൽ തന്നെ ഒരു 12,000-13,000 മുടക്കണം. ബെസ്റ്റ് വണ്ണാണിത്. പോളോൻ്റെ പല മോഡൽസ് ഉണ്ട്, സിട്രോൺ ഉണ്ട്. ഇപ്പം ഞാൻ വാങ്ങാൻ പോകുന്ന ഈ ലാൻസിയ എന്ന് പറയുന്നതും സെയിം സ്പെക്കിൽ വരുന്ന, സെയിം സ്പീഡിൽ വരുന്ന ഐറ്റാണ്. അടിപൊളിയാണ് കാണാനൊക്കെ. കാണിച്ചാൽ ഇത് 1:14 സ്കെയിലാണ്. ഇതിൻ്റെ തന്നെ 1:7 സ്കെയിലിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. നമുക്ക് നമ്മളൊരു RC ഷോ നടത്തിയിട്ടായിരുന്നു ഞാൻ യൂക്ലിക്കും തമ്മിൽ. സോ ആ ഒരു ഇതിൽ നമ്മൾ 1:7 സ്കെയിലുള്ള ഒരു RC പോളോ വാങ്ങിച്ചിട്ടുണ്ട്. സോ പിന്നെ പറയാൻ വന്നത്, നിങ്ങൾക്ക് RC ഷോസൊക്കെ നിങ്ങളുടെ കോളേജിലോ സ്കൂളോ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ RC ഷോസൊക്കെ നടത്താൻ പറ്റുന്നതാണ്. സോ അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഹോബി ഗ്രേഡ് RC കാർസൊക്കെ വാങ്ങാൻ, ഒരു ഹെൻട്രി ലെവൽ ഹോബി ഗ്രേഡ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അടിപൊളി ഐറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓയിൽ ഫിൽ സസ്പെൻഷനാണ് നമുക്കത്, പിന്നെ ഫാൻ വരുന്നുണ്ട്, പിന്നെ 70 km ഫാസ്റ്റിലൊക്കെ ഓടിക്കാനും പറ്റും. സോ ഇങ്ങനത്തെ ഈ ഒരു മോഡലിൽ ഫാസ്റ്റിൽ ഓടിക്കുന്ന കാറുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഐറ്റം അടിപൊളിയാണ്. പിന്നെ ക്രൗളോസൊക്കെ വാങ്ങണമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ MJXൻ്റെ തന്നെ H12P എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതും 1:12 സ്കെയിൽ വരുന്നതാണ്. സംഭവം അടിപൊളിയാണ്, വാട്ടർ പ്രൂഫാണ്, നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുത്താലും ഒരു പ്രശ്നമില്ല. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ലാൻസി ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. സെയിം റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ റിമോട്ടിൽ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഓടി 2 ഡ്യുവൽ സ്പീഡാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ പെർഫോമൻസ് അടിപൊളിയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഈ കാർ എത്രത്തോളം റഫ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ റഫ് യൂസ് ചെയ്തിട്ട് കണ്ട സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ ബോഡി, എൻ്റെ പൊന്നെ, മാരക ബിൽഡ് ക്വാളിറ്റിയാണ്. എത്ര ഇടിച്ചിട്ടും എത്ര പൊളിച്ചിട്ടും എന്താ പറയുക, ഒരു തരി പൊട്ടലോ ചീറ്റിലോ ഒന്നുമില്ല. ജസ്റ്റ് സ്ക്രാച്ചുകളുണ്ട്, അതല്ലാണ്ട് വേറെ ഒരു ഇഷ്യൂ ഇല്ല. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി എന്ന് പറയുന്നത്. യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് ഈ ഐറ്റം ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാക്കേജിങ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ലാൻസിയ എന്ന് പറഞ്ഞ കാർ എനിക്ക് അധികം അറിയണ്ടായിരുന്നില്ല, പക്ഷേ ഇതിനെ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ കാറ് ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ പുറം രാജ്യത്തൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാറാണ്, റാലി കാറാണ്. സോ എന്തായാലും കാണിച്ചു തരാം. സോ എൻ്റെ പോളോ ഞാൻ വാങ്ങിച്ചത്, ഞാൻ മലേഷ്യ പോയ സമയത്ത് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പുതിയ കാർ കാണിച്ചു തരാം. എൻ്റെ മോനെ, ഓ ഗൈസ്, ഫൈനലി ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതാണ് ലാൻസിയ എന്ന് പറഞ്ഞ കാറ്. സോ ഈ ഒരു ഐറ്റം എനിക്ക് ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ ഒരു കാറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൽ തന്നെ ഇവർ പേര് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് കേട്ടാ ലാൻസിയ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ് ഗൈസ്. ഇതൊരു റാലി കാറാണ്. 14+ ഏജിനുള്ളവർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. MJXൻ്റെ ആണ് ഐറ്റം. അതുപോലെ 1:14 സ്കെയിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരാനാണെങ്കിൽ നമ്മുടെ കാറിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സോ അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതേപോലെ 2 പെട്ടി വന്നിട്ടുണ്ട്. ഈ പോളോ വാങ്ങിച്ചപ്പോഴും ഈ സെയിം പാക്കേജിലാണ് നമ്മുടെ ഐറ്റം വന്നത്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എടുക്കാം. ഓ ഗൈസ്, ഇതാണ് യൂസർ മാനുവൽ. ഹൈപ്പർഗോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യൂസർ മാനുവലൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് ഇത് ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ്. അതുപോലെ തന്നെ 2 പെട്ടി വന്നിട്ടുണ്ട്. ഇതിലാണ് കാറ്. ഇതിൽ നമുക്ക് കുറച്ച് അധികം ഐറ്റംസ് വരുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇതാണ് റിമോട്ട് കൺട്രോള്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം റിമോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പോളോൻ്റെ, ഇത് നമ്മുടെ പുതിയ ലാൻസിയയുടെ സെയിം റിമോട്ടാണ് വന്നിട്ടുണ്ട്. ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് വന്നിട്ടുണ്ട്. ഞാനിതിൽ ഇട്ടങ്ങനെ ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് ഉണ്ടല്ലേ, അതേപോലത്തെ ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ വീടിനുള്ളിൽ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് ടയേഴ്സ് വന്നിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഒരു എക്സ്ട്രാ ഫാൻ വന്നിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ എനിക്ക് ആ പോളോ വാങ്ങിച്ചപ്പോൾ എക്സ്ട്രാ ഫാൻ വന്നിട്ടില്ല, ഇതിൽ എക്സ്ട്രാ ഫാൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്ക്രൂ ഡ്രൈവറും ചാർജിങ് കേബിളും പിന്നെ ഒരു അലങ്കിയൊക്കെ വന്നിട്ടുണ്ട്. സോ ഫൈനലി നമ്മുടെ ഐറ്റം ഞാൻ തുറക്കാൻ പോവാണ് ഗൈസ്. ഇത് എവിടെ തുറക്കണ്ടേ? സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. എടുത്ത് കഴിഞ്ഞാൽ അമ്മേ നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ മോനെ ലുക്ക് നോക്കിയേ. സോ ഇതാണ് എൻ്റെ കയ്യിലത്തെ നമ്മുടെ പോളോൻ്റെ ടയർ എന്ന് പറയുന്നത്. ടയറിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, ഞാനിതിപ്പോൾ അത് മാറ്റിയിട്ടെന്ന് മാത്രം. ബ്ലാക്ക് കളറാണ് വന്നിക്കുന്നത്, പക്ഷേ ഇതിൽ വന്നിക്കുന്നത് ഇവിടെ ഇതിൻ്റെ വന്നിക്കുന്നത് വൈറ്റ് കളറാണ്. ഗൈസ് നോക്കിയേ ലുക്ക്, എൻ്റെ മോനെ എൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. അടിഭാഗമൊക്കെ ഫുള്ള് മെറ്റലാണ് വന്നിക്കുന്നത്. അതേപോലെ തന്നെ സെയിം നമുക്ക് ഓയിൽ ഫിൽഡ് സസ്പെൻഷൻ, അതേപോലെ തന്നെ ഫാൻ ഉണ്ട്, 70 കിലോമീറ്റർ ഫാസ്റ്റ് ലോഡും. ഇതാണ് ഐറ്റം. ഈ സസ്പെൻഷൻ നോക്കിയാൽ ഉണ്ടാ, അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഊരിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് കണ്ട, ഇങ്ങനത്തെ ഈ ആയിട്ടുള്ള കാരണം വളരെ സിമ്പിളാണ് ഊരാനായിട്ട്. ഓക്കെ, സോ തുറന്നു കഴിഞ്ഞാൽ അതെ ഇതാണ് ഉൾഭാഗം വന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെ പോളോയിലും ഈ സംഭവം ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം നമ്മുടെ മണ്ണൊക്കെ കയറിയിട്ടേ ഇതിനുള്ളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്, പുറത്തേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംഭവം മാറ്റി. ഓക്കെ, അപ്പോൾ ഓയിൽ ഫിൽഡ് സസ്പെൻഷൻ, ഫാൻ വന്നിട്ടുണ്ട്, അത്യാവശ്യം കിലോ മോട്ടർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓണാക്കുള്ള സ്വിച്ച് നിൽക്കുന്നുണ്ടോ, ഈ റെഡ് കളറാണ്, നമ്മുടെ ഇതിൻ്റെ ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ബാറ്ററി വരുന്നുണ്ട്. ഇതാണ് ബാറ്ററി, 2000 mAh ബാറ്ററിയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ 2 ബാറ്ററീസ് ഇതേ ഈ കാണുന്ന റിമോട്ടിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ MJXൻ്റെ ഒരു ഗുണം എന്ന് വേണമെങ്കിൽ പറയാൻ, പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ഓണാക്കിയിരിക്കുന്നത് നമ്മുടെ പോളോ ആണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതേ ഈ പുതിയ കാറിൻ്റെ റിമോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓണാക്കി കണ്ടാ, ഇതായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ 2 കാർ വെച്ച് റേസ് ചെയ്യുന്ന സമയത്ത് ഈ റിമോട്ടിൻ്റെ കണക്ഷൻസ് പെട്ടെന്ന് ഒരു കാറിൽ നിന്ന് മറ്റു കാറിലേക്ക് സ്വിച്ച് ആണ പോലെ തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറയാം. നമുക്ക് എന്തായാലും ഈ കാർ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ലൈറ്റ് കാണാൻ പറ്റും, അതുപോലെ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡാണ്. എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 2 സ്പീഡ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ നമ്മുടെ ഫുൾ കാറിൻ്റെ 70% മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 50 കിലോമീറ്റർ ഫാസ്റ്റ് ലോഡും, അതേപോലെ തന്നെ ഇതിന് ടോപ്പ് സ്പീഡ് ഇതേപോലെ ഇട്ടിട്ടുണ്ട്, ഏകദേശം 70 കിലോമീറ്റർ ഫാസ്റ്റ് ലോഡും. മോനെ ഈ ഐറ്റം ഗൈസ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഡിക്കിയിൽ നമ്മുടെ കാർക്ക് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇത് പിന്നെ ഇവിടെ അടുത്തൊരു ഹൈവേ ഉണ്ട്. സോ അവിടെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നോക്കി നോക്കാം ഈ കാറിൻ്റെ ഫുൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ഒരു ഹൈവേ പണി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ ഇവിടെയാണ് ഞാൻ നമ്മുടെ RC കാർസിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വരാറുള്ളത്. സംഭവം അടിപൊളിയാണ്, ഒറ്റ വണ്ടി ഉണ്ടാവില്ല. സോ ഫുൾ ഫ്രീഡം. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് നോക്കി കാണാൻ പറ്റും, ഫുള്ള് ഒരു റോഡ് പണി നടക്കണുള്ളൂ. സോ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഓടിക്കാനൊക്കെ പറ്റും. നമ്മുടെ കാറ് കണ്ടാ, ഒരു മണ്ണോ പൊടിയോ ഒന്നുമില്ല, നല്ല സെറ്റപ്പ് സ്ഥലം. ഗൈസ്, അപ്പോൾ നമ്മുടെ കാറൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാണ്, ഭയങ്കര രസം കാണാനായിട്ട്. സോ ഇതിൻ്റെ ഉള്ളിലാണ് കണ്ടാ നമുക്ക് ഓണക്കുള്ള സ്വിച്ച് ഒന്നൊക്കെ എന്ത് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അമർത്താം, ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ റിമോട്ടും ജസ്റ്റ് ഓണാക്കാം. ഓ പുള്ളി. അപ്പോൾ നമ്മുടെ കാറിൻ്റെ സ്പീഡ് ഫുൾ സ്പീഡ് ഇട്ടിട്ടുണ്ട്. ഓ ഡ്രിഫ്റ്റിംഗ് ഒക്കെ വേറെ ലെവലാണ്. ഓക്കെ, അടിപൊളി. ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് ഡ്രിഫ്റ്റിംഗ് ഒക്കെ കാണിച്ചു തരാം. സംഭവം അടിപൊളിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നോക്കിയേ, നോക്കിയേ. ഗൈസ്, നമ്മളിതിന് 50 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടിച്ച് കാണിച്ചു തരാം. സോ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു 50 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത്. സോ ഇനി ഫുൾ സ്പീഡിലിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുൾ സ്പീഡിൽ മാരക പെർഫോമൻസ്. എൻ്റെ മോനെ നോക്കിയേ,
അതാ അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ വരണ ചോട്ടാ. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈസായിട്ട് ബാറ്ററി കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങളുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും, ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലുക്കും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ യൂക്ലീനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.